ആൾക്കാർ വിമർശിക്കുന്നതിലൊക്കെ വല്ല കാര്യമുണ്ടോ? വിമർശിക്കുന്ന ആളുകളോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. കഴിഞ്ഞ എന്താ പറയാ, പൃഥ്വിരാജിനല്ലാതെ വേറെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നെഗറ്റീവ് കമന്റ്സ് എടുക്കും, അത്രേ ഉള്ളൂ. ഇത്രയും വലിയൊരു സംഭവം ചെയ്തു വെച്ചെങ്കിൽ അവരുടെ ധൈര്യത്തെ സമ്മതിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഷാരൂഖ് ഖാനെ കണ്ടിട്ടുണ്ട്, വിജയനെ കണ്ടിട്ടുണ്ട്, വിക്രമിനെ കണ്ടിട്ടുണ്ട്. മോഹൻലാലിനെ നമുക്ക് അങ്ങനെ തന്നെ കാണുന്ന ആഗ്രഹമില്ല. അത് പൃഥ്വിരാജിന് മാത്രമേ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അല്ല, ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അടിപൊളി മൂവി. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല. നന്നായിട്ടുണ്ട്. എല്ലാവരും ഇല്ല, ഫ്രണ്ട്സിനോട് മലയാളത്തിൽ ആദ്യമായിട്ട് ഈ വിവാദങ്ങൾ ബാധിച്ചായിരുന്നു സിനിമ. നല്ലായിരുന്നു. എല്ലാ എക്സ്പെക്ടേഷൻ എല്ലാം മീറ്റ് ചെയ്തു. നല്ലായിരുന്നു. എങ്ങനെയുണ്ട് ലാലേട്ടൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ? ലാലേട്ടൻ സൂപ്പർ ആയിരുന്നു. എല്ലാം പൊളിയായിരുന്നു. നല്ല എഫക്ട്സ് ആയിരുന്നു. നല്ല രസമായിരുന്നു. ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഹോളിവുഡ് എല്ലാം ഹോളിവുഡ് സ്റ്റൈലായിരുന്നു. എല്ലാം നല്ല സീൻസ് ആയിരുന്നു. ഇല്ലല്ല, പക്ഷെ പഴയ ലൂസിഫറിന്റെ അത്രയും ഇല്ല. അതാ നല്ലതായിട്ട് തോന്നുന്നു. മാസൊക്കെ ഉണ്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു ജോണർ കണ്ടിട്ടുണ്ടോ? കുറച്ച് ഇടി ഇതൊക്കെയാണ്. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. മഞ്ജു വാര്യരുടെ അഭിനയം നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമ. കുഴപ്പമില്ല, നല്ല പടം. ഇങ്ങനെ ഒരു സിനിമ പിടിക്കാൻ എല്ലാവരും കപ്പാസിറ്റി ഉണ്ടായത് പൃഥ്വിരാജ്, മോഹൻലാൽ കമ്പനിയാണ്. മലയാള സിനിമയുടെ വിജയം 100%. ഓക്കെ, വളരെ വളരെ സന്തോഷം. കാരണം എന്നറിയോ, അല്ല കേരളത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? മോർണിംഗ് 6 മുതൽ വൈകുന്നേരം നേരം വെളുക്കൽ വരെ കണ്ടിന്യൂസ് സിനിമ എന്ന് പറഞ്ഞാൽ തമിഴ് രീതിയാണ്. അത് കേരളത്തിൽ ആദ്യമായിട്ട് വന്നു. വെരി ബ്യൂട്ടിഫുൾ. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ഒക്കെ കൊള്ളാം. ലൊക്കേഷൻസ് എല്ലാം നല്ലതായിട്ടുണ്ട്. കൺസെപ്റ്റ് ഓൾസോ ആക്ച്വലി ഒരു ഫാൻ ബോയ് എടുത്ത മൂവി തന്നെ പോലെ തന്നെ ഭയങ്കര ജനത്തിരക്കൊക്കെയാണ്. അപ്പോൾ ഇത് 48 മണിക്കൂർ കൊണ്ട് 100 കോടി കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, ഡിസേർവ് ഇറ്റ്. മലയാള സിനിമയുടെ ഒരു വിജയമായിട്ട്. അതെ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ മൂവി അടിപൊളിയായിരുന്നു. മലയാള സിനിമയിൽ വേറൊരു താല്പര്യമൊക്കെ എത്തിച്ചെന്ന് പറയാൻ പറ്റും. കാരണം സിനിമാറ്റോഗ്രാഫിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ പുറത്തൊക്കെയാണ് ഇങ്ങനത്തെ സിനിമാറ്റോഗ്രാഫി കണ്ടിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ ബാക്കിയുള്ള സിനിമ വെച്ച് മലയാളത്തിലുള്ള സിനിമ വെച്ച് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നല്ല സൂപ്പറായിരുന്നു. ഏറ്റവും നല്ല മേക്കിംഗ് ആയ പടമാണ്. നമ്മുടെ പൃഥ്വിരാജേട്ടൻ്റെ നല്ല അടിപൊളി നല്ല മേക്കിംഗ് ആണ്. മോഹൻലാൽ വേറെ ലെവലാണ്, മാസാണ്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഗംഭീരമാവട്ടെ. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയല്ലേ? തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്നതല്ലേ? ഓക്കെ, താങ്ക് യു.